യോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കിരിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയുടെ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ വേണ്ടി ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയും സകല മാനവും മഹത്വവും പുകഴ്ചയും കർത്താവിന് അർപ്പിക്കുന്നു. വിശേഷാൽ ഈ സഭയുടെ ശുശ്രൂഷകൻ, തന്നോടൊപ്പമായിരിക്കുന്ന സഹശുശ്രൂഷകർ, സ്തോത്രം ഇതിൻ്റെ സീനിയർ മിനിസ്റ്റർ ആയിരിക്കുന്ന ബിജു ചെറിയൻ പാസ്റ്റർ, എന്നോടൊപ്പം സ്തോത്രം ഓക്സ്ഫോർഡിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന പ്രിയ സെബി പാസ്റ്റർ, സ്തോത്രം കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. ഒരു പ്രാവശ്യം കൂടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒന്ന് രണ്ട് വാക്കിൽ എന്നെ പരിചയപ്പെടുത്തിയതിന് ശേഷം ദൈവം എന്നെ ഏൽപ്പിച്ച ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് എന്നെയും സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. തുടർന്നും ആ സാന്നിധ്യത്തിൽ തന്നെ നിങ്ങളോടൊപ്പം ആയിരിക്കണമെന്ന് കർത്താവിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഞാനിങ്ങനെ സാധാരണ പറയാറുണ്ട്, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ദൈവം ജനത്തെ പുറപ്പെടുവിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മനുഷ്യനാണ്, അല്ലെങ്കിൽ ആ തലമുറയിൽ ദൈവം വെച്ച ലീഡറാണ് മോശ. മോശയിലൂടെ ദൈവം ജനത്തെ പുറത്തു കൊണ്ടുവരുന്ന സമയങ്ങളിൽ തന്നോടൊപ്പം സഞ്ചരിച്ച സ്തോത്രം മറ്റൊരു മനുഷ്യനാണ് യോശുവ. മോശയുടെ കാലഘട്ടത്തിന് ശേഷം ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ മക്കളുടെ നടത്തിപ്പിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് യോശുവ. യോശുവയോട് ദൈവം പറഞ്ഞ പദം എങ്ങനെയാണ്? ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. സ്തോത്രം. എൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ എന്ത് ചെയ്യരുത്? മാറരുത്. നിൻ്റെ ആയുസ്സിൽ ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കത്തില്ല. മോശയ്ക്ക് ശേഷം ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മനുഷ്യനായ ഇസ്രായേലിൻ്റെ ലീഡറായ യോശുവയോട് ദൈവം പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട്. അതിൻ്റെ അർത്ഥം മോശയിലൂടെ പ്രവർത്തിച്ച ദൈവം അതുപോലെ പ്രവർത്തിക്കുമെന്നല്ല. സ്തോത്രകരൻ. വിളിച്ച ദൈവം ഒരാളാണെങ്കിലും പ്രവർത്തിക്കുന്നത് ദൈവമാണെങ്കിലും പ്രവർത്തിക്കുന്ന രീതികൾക്ക് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഈ തലമുറയ്ക്ക് ഏറ്റവും വലിയ അപകടം അത് തന്നെയാണ്. സ്തോത്രം. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ, ഞാൻ വിശ്വസിക്കുന്നത് പോലെ, ഞാൻ അറിഞ്ഞതുപോലെയൊക്കെയുള്ള കാര്യമല്ല നിങ്ങൾ പറയുന്നതെങ്കിൽ എനിക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇന്നത്തെ ആധുനിക തലമുറയ്ക്ക് സ്തോത്രം ആത്മീക ലോകത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്. സ്തോത്രം. മോശയോട് കൂടെ ഇരുന്നത് പോലെ യോശുവയുടെ കൂടെ ദൈവം ഇരുന്നു. പക്ഷേ മോശയിലൂടെ പ്രവർത്തിച്ചതുപോലെ അല്ല യോശുവയിലൂടെ ദൈവം നടത്തിയത്. ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ യാത്രയിൽ വലിയൊരു തടസ്സമായി നിന്നതാണ് ചെങ്കടൽ. ചെങ്കടലിന് മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ സ്തോത്രം പുറകോട്ട് നോക്കിയപ്പോൾ ശത്രു സൈന്യം അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. മുമ്പിലേക്ക് നോക്കുമ്പോൾ ചെങ്കടൽ മുമ്പിൽ നിൽക്കുന്നു. പുറകോട്ടും പോകാൻ പറ്റുന്നില്ല, മുമ്പോട്ടും പോകാൻ പറ്റുന്നില്ല. ആ സമയത്ത് നിങ്ങൾക്കറിയാം, മോശയ്ക്ക് നേരെ ജനം പിറുപിറുക്കുവാൻ വേണ്ടി തുടങ്ങി. മോശ ദൈവത്തോട് പിറുപിറുക്കുവാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ വല്ലാത്ത ഒരു കലുഷിതമായ അന്തരീക്ഷത്തിനകത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മോശ ദൈവത്തോട് പിറുപിറുക്കുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ ഞങ്ങളെപ്പോലെ പാസ്റ്റർമാർ ചില സമയങ്ങളൊക്കെ അങ്ങനെയുള്ള ചില സംഘർഷങ്ങൾക്കകത്ത് കടന്നു പോകാറുണ്ട്. കൂടെ വരുന്ന ജനം സ്തോത്ര ഹല്ലേലൂയ ദർശനത്തിനൊത്തം സഞ്ചരിക്കാതെ വരുമ്പോൾ ദൈവിക നിയോഗത്തിന് വിരോധമായിട്ട് ചലിക്കുമ്പോൾ, അതൊക്കെയാണല്ലോ യൂട്യൂബിലൂടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാധന നടക്കുമ്പോഴും അടിയുണ്ടാക്കാൻ മടിയില്ലാത്ത ആത്മീക ലോകത്തിൻ്റെ അധപ്പതനത്തിലേക്ക് ആത്മലോകം വന്നിരിക്കുകയാണ്. അങ്ങോട്ടാണ് നമ്മൾ ജാതികളെ വലിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിരിക്കുന്നത്. സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെ സ്തോത്ര ആത്മനിയോഗത്തിൻ്റെ ചലനങ്ങൾക്കനുസരിച്ച് പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർക്ക് ഇടർച്ചകൾ വരുത്തുന്നവരുണ്ട്. വചനം പറയുന്നു, ഇടർച്ചകൾ വരുത്തുന്നവർക്ക് അയ്യോ കഷ്ടം. എങ്കിലും ഇടർച്ച നല്ലത് തന്നെ, നിങ്ങളിൽ കൊള്ളാകുന്നവർ തെളിഞ്ഞു വരുവാനിടയായി തീരുമല്ലോ. ചില ഇടർച്ചകളൊക്കെ ദൈവം അനുവദിക്കും. കാരണം നീ ആരാണെന്ന് തെളിയിക്കപ്പെടണമെങ്കിൽ അത് വെളിപ്പെട്ട് വരണം. നിന്റെ അകത്തിരിക്കുന്ന കയ്പുകൾ, പിണക്കങ്ങൾ, വിദ്വേഷങ്ങൾ ആരും അറിയാതെ ചിരിച്ച മുഖത്തോടെ പ്രൈസലോട് പറഞ്ഞ നീ തന്നെ സ്തോത്രം മാറി നിന്നുകൊണ്ട് സ്തോത്രങ്ങളില്ല ശുശ്രൂഷയ്ക്കെതിരെ, അഭിഷേകത്തിനെതിരെ, ജനത്തിന് വിരോധമായി സംസാരിക്കുമ്പോൾ ആരും അറിയത്തില്ല എന്നാ നീ ചിന്തിക്കുന്നത്. പക്ഷേ ചില ഇടർച്ചകളൊക്കെ ദൈവം അനുവദിക്കും.
അനുവദിക്കുന്നത് നീ ആരാണെന്ന് നിന്നെ പബ്ലിക്കിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ആമേൻ, നശിപ്പിക്കാൻ വേണ്ടിയല്ല. ആമേൻ, സ്തോത്രഹല്ലേ. കൊള്ളാകുന്നവർ ഇതിനകത്ത് എന്ത് ചെയ്യണം? പുറത്തു വരണം. കഴിവ് കൊണ്ടും മിടുക്ക് കൊണ്ടും അറിവ് കൊണ്ടും ചെയ്യേണ്ടതല്ല ആത്മീക ശുശ്രൂഷ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, ദൈവകൃപയുടെ ജ്വലനത്തിൽ ചെയ്യേണ്ടതാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടൽ അവർക്ക് മുമ്പോട്ട് പോകാൻ തടസ്സമായി നിൽക്കുന്നു. വാഗ്ദത്തമുള്ള ജനതയാണ്, ദൈവം വിളിച്ചിറക്കിയ ജനതയാണ്. വചനം പറയുന്നു, എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, എൻ്റെ ജനത്തിന് നിലവിളി ഞാൻ കേട്ടു. ഇതൊക്കെ പറഞ്ഞ് മോശെ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്ത് ഇസ്രായേൽ മക്കളുടെ ലീഡറാക്കി കൊണ്ടു നിർത്തിയ സമയത്ത് ചെങ്കടലിന് മുമ്പിൽ നിന്നപ്പോൾ ഒരു വല്ലാത്ത കലുഷിതമായ അന്തരീക്ഷം. അതിനകത്ത് മോശ ദൈവത്തോട് ചോദിക്കുന്നത്, ഞാൻ എന്നാ ചെയ്യാനാണ്? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം മോശയോട് പറഞ്ഞു, ആമേൻ, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുക്കുക. ആമേൻ, സ്തോത്രം, ചെങ്കടലിന്റെ നേരെ എന്ത് ചെയ്യുക? നീട്ടുക. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ആമേൻ, സ്തോത്രം, ആമേൻ, നീ വിക്കനെന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുമ്പിൽ ആമേൻ മടി കാണിച്ചപ്പോൾ, ആമേൻ, എൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ഒരു ലീഡർഷിപ്പിന്റെ നിയോഗം നിന്റെ അകത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ, ആമേൻ, എന്നെ തെരഞ്ഞെടുക്കണ്ട, ഞാൻ വിക്കനാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ സഹോദരനെ നീ അയച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ, നീ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നപ്പോൾ നിന്റെ കയ്യിൽ ഇരുന്നൊരു വടി ഉണ്ടായിരുന്നല്ലോ, ആ വടി നിലത്തിടാൻ പറഞ്ഞപ്പോൾ ഒരടയാളം എന്ന പോലെ നിന്റെ വടിയെ പാമ്പാക്കി മാറ്റിക്കൊണ്ട് അതേ വടിയെ തിരിച്ചു പിടിച്ചപ്പോൾ അത് അവൻ വടിയാക്കിക്കൊണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടി നീ കൊട്ടാരത്തിൽ പോകുന്നതിന് മുമ്പ് നിന്റെ വിളിയെ ഞാൻ ഉറപ്പിച്ചിട്ടാണ് അവൻ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷെ കൊട്ടാരത്തിൽ ചെന്ന് വടിയിട്ട് സർപ്പമാക്കി മാറ്റി ആമേൻ ഇസ്രായേലിലെ മുഴുവൻ മന്ത്രവാദികളെയും അവന്റെ പദ്ധതികളെയും തകർത്തുകൊണ്ട് എൻ്റെ ജനത്തെ ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ട് ആമേൻ പുറപ്പെട്ടു വന്ന ജനത ചങ്ങളുടെ മുമ്പിൽ വന്ന് നിനക്കെതിരെ ആമേൻ സ്തോത്രം പിറുപിറുക്കുമ്പോൾ മോശയോട് ദൈവം പറയാണ്, നീ ദർശനത്തിലേക്ക് മടങ്ങി വരിക, നിന്നെ ഞാൻ കാണിച്ച അടയാളത്തിലേക്ക് നീ മടങ്ങി വരിക, നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിലേക്ക് നീ മടങ്ങി വരിക. ജനം പിറുപിറുക്കുമ്പോൾ അവൻ നിന്റെ അകത്തുള്ള മടിപ്പുകൾ മാറണമെങ്കിൽ നിന്റെ വിളിയിലേക്ക് നീ തിരിച്ചു വരണം, നിന്റെ മേലിട്ടിരിക്കുന്ന അഭിഷേകത്തിലേക്ക് നീ തിരിച്ചു വരണം. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ഏതൊക്കെ അഭിഷക്തന്മാരെന്നൊക്കെ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു. ആത്മീക ശുശ്രൂഷ നിനക്ക് മടിപ്പായി തീർന്നിട്ടുണ്ടെങ്കിൽ ഈ രാവിലെ ആത്മാവ് പ്രവചിക്കുന്നു, നിന്റെ ദർശനത്തിലേക്ക്, നിന്റെ വിളിയിലേക്ക്, നിന്റെ അഭിഷേകത്തിലേക്ക്, നിന്നെ വിളിച്ച വിളിയിലേക്ക് ഈ രാവിലെ ദൈവാത്മാവ് നിന്നെ തിരിച്ചു പിടിക്കുകയാണ്. കൃപയിൽ വന്നത് അബദ്ധമായെന്നോ, പ്രാർത്ഥനയ്ക്ക് ഇറങ്ങി തിരിച്ചത് അബദ്ധമായെന്നോ, ആമൻ ചില പ്രത്യേകമായ ആമൻ നിന്ദകളുടെ നടുവിൽ, അപമാനങ്ങളുടെ നടുവിൽ, ഇന്ന് കാണുന്ന യൂട്യൂബ് വാർത്തകളുടെ നടുവിൽ എന്തിനാണ് ഞാൻ സമുദായം വിട്ടത്, എന്തിനാണ് ഞാൻ പള്ളി പട്ടം വിട്ടത്, ഇതിനേക്കാൾ നല്ലത് അവിടെയാണെന്നൊക്കെ ചിന്തിച്ച് നിന്റെ അകത്ത് ആത്മീകതയുടെ മടുപ്പുകൾ കയറിയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ആമൻ പകരം ആത്മാ പറയുന്നു, ആമൻ ഏലിയാവേ, നീ ഇവിടെ കിടക്കേണ്ടവനല്ല, നിനക്ക് ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ട്, നിനക്ക് ശേഷം ഒരു തലമുറയെ അഭിഷേകം ചെയ്യാനുണ്ട്. അവൻ ഏലിയാവിനെ അവൻ തട്ടി എഴുന്നേൽപ്പിച്ച് അവൻ പരിശുദ്ധാത്മാവ് പറയുക, അവൻ ഇന്ന് രാവിലെ നീ എഴുന്നേൽക്കുക. മതി എന്ന് പറഞ്ഞ ഏലിയാവിന്റെ അടുക്കൽ ദൂതനെ അയച്ച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ കനനിമേൽ ചുട്ട അടയും വെള്ളവും കൊടുത്ത് ആമേൻ സ്തോത്രം അവനെ എഴുന്നേൽപ്പിച്ച് ഒരു ദീർഘയാത്രയ്ക്ക് വേണ്ടി ശക്തീകരിച്ചതുപോലെ ഇന്ന് പകലിൽ ചിലരുടെ മടുപ്പുകൾ, ചില ക്ഷീണങ്ങൾ, ചില ബലഹീനതകളുടെ മേല് ദൈവത്തിന്റെ കരം ഇറങ്ങി വരികയാണ്, ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരികയാണ്. ആമേൻ ആമേൻ സ്തോത്രം. കൈപ്പത്തി പോലെയുള്ളൊരു മേഘം കണ്ടപ്പോൾ ആമേൻ സ്തോത്രം ആഹാബേ രഥം പൂട്ടി ഓടിക്കൊള്ളുക, ഒരു വലിയ മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞവന് രഥത്തിക്കറ്റാതെ ആഹാബ് രഥം പൂട്ടി ഏലിയാവിന് മുമ്പിൽ ഓടിയപ്പോൾ തിരുവെടുത്ത് പറയുന്നു, യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. ആഹാബിന്റെ രഥങ്ങൾക്ക് മുമ്പാകെ ഏലിയാവിനെ ദൈവം ഓടിച്ചു.
ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്നു, നിന്റെ മാനുഷിക സംഘർഷങ്ങൾക്കും മീതെ, നിന്റെ അറിവുകൾക്കും മീതെ നീ അനുഭവിക്കുന്ന ഏതൊക്കെ പ്രതിസന്ധിയുടെ നടുവിൽ അവൻ എങ്ങനെ തരണം ചെയ്യുമെന്ന് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുടെ മീതെ, ആമേ സ്തോത്രം, നീ അനുഭവിക്കുന്ന രോഗങ്ങൾക്ക് മീതെ, നീ അനുഭവിക്കുന്ന ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിന്റെ സമ്മർദ്ദങ്ങൾക്കും മീതെ ഇന്ന് പകലിൽ നിന്നെ നടത്തുന്ന ഒരഭിഷേകം ഈ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവാത്മാവ് നിന്റെ മേൽ പകരുകയാണ്. പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നു, ചിലതിന് മീതെ കയറാനുള്ള ശക്തി ദൈവം നിങ്ങളുടെ മേൽ പകരാൻ പോവുകയാണ്. ഈ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു ആത്മതലം ഈ സഭയുടെ മേൽ കർത്താവ് തുറക്കുന്നു. ഈ രാജ്യത്തിൻ്റെ പല നിയമങ്ങൾക്കും, ഈ രാജ്യത്തിൻ്റെ പല പാപത്തിൻ്റെ വാഴ്ചകൾക്കും, ഈ തലമുറ ചെയ്തു കൂട്ടുന്ന ഇരുട്ടിന്റെ പ്രവൃത്തികൾക്ക് മീതെ പറക്കുവാൻ, മീതെ ഓടുവാൻ ഇന്ന് രാവിലെ സഭയുടെ മേലിൽ ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ സാമ്രാജ്യങ്ങൾക്ക്, ഇവിടുത്തെ അശുദ്ധിക്ക്, ഇവിടുത്തെ പാപത്തിന് നിന്നെയോ നിന്റെ തലമുറയെ തൊടാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ അകത്തെ മനുഷ്യനെ ആത്മാവിൽ കരുത്തുറ്റതാക്കി മാറ്റി ഒരു ഫ്ലൈറ്റ് റൺവേ വിട്ട് ഉയരത്തിലേക്ക് പൊങ്ങുന്നത് പോലെ നിന്റെ ആത്മ മനുഷ്യനെ ഇന്ന് പകലിൽ ദൈവാത്മാവ് ഉയർത്താൻ വേണ്ടി പോകുകയാണ്. നിന്റെ കാഴ്ചപ്പാടുകളെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് തിരിക്കാൻ വേണ്ടി പോകുകയാണ്. പൗലോസ് പറയുന്നു, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇന്ന് രാവിലെ ആത്മാവ് പറയുന്നു, ചിലത് ത്യജിക്കത്തക്ക വിധത്തിൽ നിന്റെ ആത്മീക വീക്ഷണത്തെ ആത്മാവ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഞാൻ ശിശുവായിരുന്നപ്പോൾ ചാകുന്നിടം വരെ അങ്ങനെ ഇരിക്കാനല്ല ദൈവത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സഭയ്ക്കൊരു സ്പിരിച്വൽ വളർച്ചയുണ്ട്. സഭ ചത്തു കഴിഞ്ഞ സ്വർഗത്തിൽ പോകാൻ ഇരിക്കുന്നവരല്ല. സഭ ക്രിസ്തു എന്ന മൂലക്കലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മളെയും ചേർത്ത് പണിതുകൊണ്ട് യുക്തമായി ക്രിസ്തുവിൽ വളരുന്ന അവന്റെ ശരീരമാണ് ദൈവത്തിന്റെ സഭ. എന്നും ഒരു പാട്ടുപാടി, എന്നും ഒരേ രീതിയിൽ പോകി സമയാമൃതം പറഞ്ഞ് കല്ലറയ്ക്കകത്ത് വെച്ച് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന പരിപാടിയല്ല ഈ സുവിശേഷം നമുക്ക് തരുന്നത്. ഇവിടെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ മുഴുവൻ മഹത്വവും അനുഭവിച്ചുകൊണ്ട്, നിത്യതയുടെ സന്തോഷം അനുഭവിച്ചുകൊണ്ട്, നിത്യതയിൽ നിന്ന് നിത്യത വരെ തുടരുന്ന ഒരു ആത്മീക വെളിപ്പാടിലേക്കാണ് കർത്താവിന്റെ സഭയെ ഈ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. മോശയ്ക്ക് ശേഷം ദൈവം തെരഞ്ഞെടുത്ത യോശുവയോട് മുമ്പ് ചെങ്കടലിന് മുമ്പിൽ നിൽക്കുന്ന മോശയോട് പറഞ്ഞു, നീ പിറുപിറുക്കണ്ട, നിന്റെ കയ്യിലിരിക്കുന്ന വടി എന്ത് ചെയ്യണം? അഭിഷേകത്തിലേക്ക് കയറണം, ആത്മനിറവിലേക്ക് വരണം, വിളിക്കകത്ത് നിൽക്കണം. പണത്തിൻ്റെയും പ്രശസ്തിയുടെയും ആൾക്കൂട്ടത്തിൻ്റെയും ബലത്തിലല്ല ശുശ്രൂഷ ചെയ്യേണ്ടത്. നിന്റെ മേൽ കിടക്കുന്ന വിളിയിലാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്. കൂടെ നിൽക്കാൻ 10 പേരുള്ളത് കൊണ്ട് സംഘടന കൊണ്ടുപോകാം. നിനക്കൊരു സ്തോത്രം അല്ലെങ്കിൽ ഒരു കമ്പനി നടത്താം. സ്തോത്രം ഒരു ഓഫീസും കമ്പനി അല്ല ദൈവസഭ. അത് കർത്താവിൻ്റെ ശരീരമാണ്. സ്തോത്രം അതിന് നമുക്ക് വേണ്ടത് കഴിവല്ല, മിടുക്കല്ല, അഭിഷേകമാണ്. ആത്മ നിറവ് നമുക്ക് വേണ്ടത്. എന്തിനാ ഉപവാസ പ്രാർത്ഥന? ആ നിറവിലേക്ക് വരാൻ വേണ്ടിയാണ്, ആ അഭിഷേകത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. ഇന്ന് പകലിൽ ദൈവാത്മ പറയുന്നു, സ്തോത്രം, ആരെയൊക്കെ ആ മേഖലകൾക്കകത്ത് കർത്താവ് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ചിലരുടെ ശുശ്രൂഷകൾ തിരിയും. അതെന്താ സന്തോഷ് ഭാഷ അങ്ങനെ പറയുന്നത്? സ്തോത്ര ഹല്ലേലൂയ. പുസ്തകം അങ്ങനെ പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അവസാന വാക്യം പറയുന്നു, ബർന്നബാസും ശൗലും വേല തികച്ചു. ബർന്നബാസും ശൗലും എന്ത് ചെയ്തിരുന്നു? വേല തികച്ചു.
ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 13:1 പറയുന്നു, അന്ത്യോക്യ സഭ ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ബർന്നബാസും ശൗലും അവരുടെ കൂടെ പ്രാർത്ഥിക്കാൻ കയറി. 12 അവസാനം പറയുന്നു, അവരെന്ത് ചെയ്തു? കർത്താവിൻ്റെ വേല തികച്ചു. ആമേൻ. വേല തികച്ചവൻ ചത്തു എന്നല്ല പറയുന്നത്. ആമേൻ. ചെയ്തതിന് ശേഷം ആമേൻ അപ്പോസ്തല പ്രവൃത്തിയുടെ 13-ാം അധ്യായത്തിൽ അന്ത്യോക്യ സഭ ഉപവസിക്കുമ്പോൾ അവർ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് കയറി. കേൾക്കുന്നുണ്ടോ? ആമേൻ സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് കയറിയപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നു, ഞാൻ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മ പറഞ്ഞു. അപ്പോൾ ഇതുവരെ അവർ ചെയ്ത വേല എന്തുവാ? 12 അവസാനം പറയുന്നു, അവർ കർത്താവിൻ്റെ വേല എന്ത് ചെയ്തു? തികച്ചു. ആമേൻ. 13:1 പറയുന്നു, അവർ അന്ത്യോക്യ സഭ ഉപവസിക്കും പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കൂടെ പ്രാർത്ഥിക്കാൻ കയറി. അവരെ വിളിച്ച വേലയിലേക്ക് പരിശുദ്ധാത്മ വേർതിരിച്ചു. ആമേൻ സ്തോത്രം. 12-ാം അധ്യായത്തിൽ കർത്താവിന് വേണ്ടി എന്തൊക്കെ അവർ ചെയ്തു? ആമേൻ സ്തോത്രം. 13-ാം അധ്യായത്തിൽ വിളിച്ചതിലേക്ക് പരിശുദ്ധാത്മ അവർ വേർതിരിച്ചു. ആമേൻ സ്തോത്രം. ഒരു കാലഘട്ടത്തിൽ ആമേൻ പ്രാണൻ വരെ വെച്ചു കൊടുക്കാൻ മനസ്സുള്ളവനായി ആമേൻ പിടിക്കാൻ വന്ന പടയാളികളുടെ കാതർത്തുകൊണ്ട് പത്രോസ് യേശുവിൻ്റെ സംരക്ഷകനായി നിന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആമേൻ സ്തോത്രം. ആരെല്ലാം തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല, തള്ളിപ്പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നടന്നു പത്രോസ്. പക്ഷേ ആമേൻ സ്തോത്രം മറ്റാരും തള്ളിപ്പറയുന്നതിന് മുമ്പ് 3 പ്രാവശ്യം പത്രോസ് എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞു. ഇതേ പത്രോസ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം പടകും വലയും എടുത്ത് എന്ത് ചെയ്തു? മീൻ പിടിക്കാൻ വേണ്ടി പോയി. മീൻ പിടിക്കാൻ പോയവനെ തെരഞ്ഞു പിടിച്ചു മാളിക റൂമിൽ കയറ്റിയിട്ട് അവൻ ഇതുവരെ ചെയ്യാത്തതൊന്ന് കർത്താവിലൂടെ ചെയ്യാൻ തുടങ്ങി. ഇന്ന് രാവിലെ ആത്മാവ് ചിലട് പറയുന്നു, ഇതുവരെ നീ ചെയ്തതുപോലെയല്ല, ഇതുവരെ നീ പ്രാർത്ഥിച്ചതുപോലെയല്ല, ഇതുവരെ നീ പ്രസംഗിച്ചതുപോലെയല്ല, ഇതുവരെ നീ പ്രവചിച്ചതുപോലെയല്ല. ആത്മാവ് ചിലത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. ഇതുവരെ നീ UK-ക്കകത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് നീ എന്തൊക്കെയോ കർത്താവിന് വേണ്ടി ചെയ്തു, നീ എന്തൊക്കെയോ കർത്താവിന് വേണ്ടി ഓടി. പക്ഷെ ഇന്ന് രാവിലെ ആത്മാവ് പറയുന്നു, ഇനിയും നീ അല്ല ഓടാൻ പോകുന്നത്, നിന്നെ ഞാൻ ഓടിക്കാൻ വേണ്ടി പോകുകയാണ്. ദൈവം ഓടിച്ചാൽ നിന്റെ ക്ഷീണം ഒരു മടിപ്പായി മാറത്തില്ല. ദൈവം ഓടിച്ചാൽ നിന്റെ വേദന ഒരു കഷ്ടതയായി മാറത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഓടിച്ചാൽ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ നിനക്ക് ഓടാൻ പറ്റും. ഓ ജീസസ്. ക്രിസ്തീയ ജീവിതം മടുത്തുപോയ, ശുശ്രൂഷയിൽ മടുപ്പ് അനുഭവിക്കുന്ന ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, നിന്റെ മടുപ്പിനെ പൊട്ടിക്കുന്ന, നിന്റെ ക്ഷീണത്തെ മാറ്റുന്ന, നിന്റെ കാലുകൾക്ക് ബലം നൽകുന്ന യഹോവയുടെ ഭുജം ഈ രാവിലെ നിന്റെ മേൽ അവൻ മടുപ്പുകൾ പൊളിയാൻ പോകുകയാണ്. അവൻ സഭയ്ക്ക് നേരെയുള്ള പലതും അവൻ കർത്താവ് തകർക്കാൻ വേണ്ടി പോകുകയാണ്. സഭ അടുത്ത നിയോഗത്തിലേക്ക് അവൻ കയറേണ്ടതിന് വേണ്ടി ഈ പകലിൽ ദൈവാത്മാവ് തന്റെ പകർച്ചയെ സ്വീകരിക്കാൻ ആത്മാവിൽ കരുത്തുള്ളവർ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ഈ രാജ്യത്തിന്റെ വാതിൽ നിനക്ക് തുറന്നു തന്നത് ഇവിടെ ജോലി ചെയ്ത് ഒരു നന്മ അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല. ഇവിടെ നിനക്കൊരു ദൗത്യമുണ്ട്, ഇവിടെ നിനക്കൊരു ശുശ്രൂഷയുണ്ട്. അത് നിന്റെ മേൽ പകരപ്പെടട്ടെ. നിന്റെ തലമുറ പഠിക്കുന്ന ഇവിടുത്തെ ക്യാമ്പസിനകത്ത് നിന്റെ തലമുറ അഭിഷേകത്തിൽ ചെല്ലട്ടെ. ഇവിടുത്തെ NHSനകത്ത് അവൻ നീ അഭിഷേകത്തിൽ കയറി ചെല്ലട്ടെ. ഇവിടുത്തെ പൈശാചിക വേരുകളെ ഇളക്കാൻ കഴിയുന്ന ആത്മശക്തിയുടെ പ്രദർശനശാലയായി നിന്റെ ശരീരം മാറപ്പെടട്ടെ. ആരുടെയൊക്കെ മേൽ ഇന്ന് പകലിൽ കട്ടിയുള്ള ഒരു ദൈവമഹത്വം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. നിന്റെ കൈ ദൈവത്തിന്റെ കൈയാ പോകുക, നിന്റെ കണ്ണ് ദൈവത്തിന്റെ കണ്ണ് പ്രാപിക്കാൻ നിയോഗമുള്ളവർ പ്രാപിച്ചു. ഈ പകലിൽ നിന്റെ അകത്ത് വീഴട്ടെ, അവൻ മഹത്വം വീഴട്ടെ, നിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ.